നിങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകളും ഒരിക്കലും ചെയ്യാത്ത, എന്നാൽ ചെയ്താൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും റഹ്മത്തും ബറക്കത്തും നിങ്ങളിലേക്ക് പെയ്തിറങ്ങാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് മൂന്നാമതായി പറയാൻ പോകുന്നത്. ജീവിതത്തിൽ എന്റെ മുന്നിൽ 20 വയസ്സുള്ളവരും 15 വയസ്സുള്ളവരും 30 വയസ്സുള്ളവരും 40 വയസ്സുള്ളവരും 50 വയസ്സുള്ളവരും എല്ലാം ഉണ്ട്. നിങ്ങൾ ഒഴിവ് സമയങ്ങളിൽ നിങ്ങളുടെ ഇണകളുമായി ഒറ്റക്കിരിക്കുമ്പോ അദ്ദേഹം പഴയ കാലത്ത് ചെയ്ത പ്രവർത്തികൾ അദ്ദേഹത്തെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തണം. ആ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പണ്ട് എനിക്ക് സുഖമില്ലാതായപ്പോ വീട്ടിൽ വന്നിട്ടില്ലല്ലോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ലല്ലോ എന്നതല്ല. അദ്ദേഹം ജീവിതത്തിൽ സഹിച്ച ത്യാഗങ്ങളുണ്ട്. അദ്ദേഹം കുടുംബത്തിന് വേണ്ടി പണിയെടുത്ത ദിനരാത്രങ്ങളുണ്ട്. അദ്ദേഹം ചെയ്ത ത്യാഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയണം. പല സ്ത്രീകളും പല ഭാര്യമാരും പറയാറുണ്ട്. മറ്റുള്ളവരോട് പറയും, മക്കളോട് പറയും, സ്വന്തം ആങ്ങളമാരോട് പറയും, കുടുംബക്കാരോട് പറയും, സ്വന്തം ഉമ്മയോടും ഉപ്പയോടും എല്ലാം പറയും. അയാളോട് പറയില്ല. അയാൾ അങ്ങനെ കേട്ടിട്ട് സുഖിക്കണ്ട, അയാൾ അങ്ങനെ കേട്ട് രസിക്കണ്ട എന്ന നിലപാടാണ്. അയാളോട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കരുത്. അയാളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല, അയാളുടെ ഇഷ്ടം നേടാൻ വേണ്ടിയിട്ടല്ല. ആ മനുഷ്യൻ ഇന്നലകളിൽ സഹിച്ച ത്യാഗത്തെ നിങ്ങൾ വിലമതിക്കുന്നു എന്ന ഒരു മെസ്സേജ്, എന്നൊരു സന്ദേശം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ അള്ളാഹുവിന്റെ തൃപ്തിയും പ്രീതിയും നിങ്ങൾക്ക് ഒരുപാട് ലഭിക്കും എന്നതുകൊണ്ട് മാത്രം. നമ്മളൊന്ന് ഫോൺ എടുത്തിട്ട് ആരെങ്കിലും വിളിക്കാൻ ഒന്ന് ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ യൂട്യൂബിലേക്കും ഫേസ്ബുക്കിലേക്കും വാട്സപ്പിലേക്കുമെല്ലാം നമ്മുടെ കൈകൾ ചലിക്കും. പിന്നീട് അരമണിക്കൂറും 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആലോചിക്കുക, ഞാൻ എന്തിനാണ് ഫോൺ എടുത്തത്, ഞാൻ ആരെയോ വിളിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഫോൺ എടുത്തത്. അക്കാര്യം നടന്നിട്ടില്ല, നമ്മളത് മറന്നു പോവാണ്. ഷോർട്സും റീൽസും കണ്ട് മണിക്കൂറുകൾ നമ്മുടെ ചെറിയ കുട്ടികൾ വരെ തള്ളി നീക്കുന്നു. സമയം കളയാൻ യാതൊരു കുഴപ്പമില്ലാത്ത, യാതൊരു തടസ്സവും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സമയത്തും അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാനും ചിന്തിക്കാനും ഓർക്കാനും ഒക്കെ നമ്മളെ അവൻ ഇവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട് എങ്കിൽ അവൻ നമ്മളെ തിരഞ്ഞെടുത്തതാണ്. അവൻ നമുക്ക് തന്ന വലിയ അനുഗ്രഹവും വലിയ കാരുണ്യവുമാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോടും അനുജത്തിമാരോടും ഒക്കെ പറയാനുള്ളത്, ജീവിതത്തിൽ ഈ ഭാഗ്യം കൈവിട്ടു പോകാതെ കാത്തു സൂക്ഷിക്കണം. നിങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള സന്നദ്ധത മാത്രമല്ല, അത് ജീവിതത്തിലേക്ക് പകർത്താനുള്ള ഒരു സന്നദ്ധത കൂടി നമുക്കുണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തവും സംസാരവുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ ഇങ്ങനെ ഇരുന്നത് കാരണം, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ പെയ്തിറങ്ങുന്ന ഈ ഒരു സദസ്സിൽ നമ്മൾ ഇങ്ങനെ ഇരുന്നത് കാരണം, നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഒരുമിച്ച് കൂടലിനെ ഹേതുവാക്കി തീർക്കുകയും ചെയ്യട്ടെ. മരണം മറന്ന മുസ്ലിം സമുദായം എന്നതാണ് എന്നോട് സംസാരിക്കാൻ ഏൽപ്പിക്കപ്പെട്ട വിഷയം. പക്ഷേ ഞാൻ ആ വിഷയത്തിൽ നിന്ന് കുറച്ചൊന്ന് തെന്നി മാറിയിട്ടാണ് ഇൻഷാ അല്ലാഹ് സംസാരിക്കുക. ഇത്രയും സ്ത്രീകളെ ഒരുമിച്ച് കിട്ടിയിട്ട് അവരോട് പറയണമെന്ന് ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്ന, പറയാതെ പോയാൽ പടച്ച റബ്ബ് ഒരു പക്ഷെ ചോദ്യം ചെയ്യുമെന്ന് ഉത്തമ ബോധ്യമുള്ള ഏതാനും വിഷയങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരാണ് നന്നായാൽ, ഒരു പുരുഷൻ നന്നായാൽ ഒരു വ്യക്തിയാണ് നന്നാവുക. എന്നാൽ ഒരു സ്ത്രീ നന്നായാൽ ഒരു തലമുറയാണ് നന്നാവുക. ഒരു ജനറേഷനെ മാറ്റിയെടുക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട 1-2 വിഷയങ്ങൾ പറഞ്ഞിട്ടാണ് ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് പോകുക. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണമെന്നും അത് ജീവിതത്തിൽ പകർത്താൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കണമെന്നും ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും അപേക്ഷിക്കുകയാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, കൂടുതൽ സ്ത്രീകളാണ് സദസ്സിൽ എന്നതുകൊണ്ട് സ്ത്രീകളോടാണ് ഞാൻ സംസാരിക്കുന്നത്. പുരുഷന്മാരെ അവഗണിക്കുകയല്ല, മഹാഭൂരിപക്ഷവും സ്ത്രീകളായതുകൊണ്ട് തന്നെ ഈ സദസ്സിൽ സ്ത്രീകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ് അതിന്റെ ശരിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ സ്വർഗം എന്ന് പറയുന്നത് എന്താണ്?
അവളുടെ ഭർത്താവാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അത് ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു ആണായത് കൊണ്ടാണോ, നിങ്ങളൊരു ഭർത്താവായത് കൊണ്ടാണോ അങ്ങനെ പറയുന്നതെന്ന് ചിന്തിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. പുരുഷന്മാരെക്കാൾ സ്വർഗം നേടാൻ ഏറ്റവും എളുപ്പം സ്ത്രീകൾക്കാണ്. അതുപോലെ തന്നെ പുരുഷന്മാരെക്കാൾ നരകം നേടാനും ഏറ്റവും എളുപ്പം സ്ത്രീകൾക്കാണ്. ഇതിന് രണ്ടിനുമുള്ള ആയുധങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണിന് നൽകിയിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പെണ്ണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ ഭർത്താവിന് അവളോട് പൂർണ്ണ തൃപ്തി ആണെങ്കിൽ, അവൻ പൂർണ്ണ തൃപ്തനാണെങ്കിൽ, അവളുടെ മരണമല്ലാതെ സ്വർഗത്തിനും അവൾക്കുമിടയിൽ ഒരു തടസ്സവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫർളായ കർമ്മങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് സ്വർഗം നേടിയെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു വിഷയം നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ തൃപ്തി തന്നെയാണ്, അവരുടെ ഇഷ്ടം തന്നെയാണ്. ഒരാണിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് അവന്റെ ഉമ്മയോടാണ്, ഭാര്യയോടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വന്ന് ചോദിക്കപ്പെട്ട ചോദ്യം പ്രശസ്തമാണ്. ഞാൻ ഈ ലോകത്ത് ഏറ്റവും നന്നായി സഹവസിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് ആരെയാണ്? പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഉമ്മയെയാണ്. വീണ്ടും ആരെയാണ്? നിന്റെ ഉമ്മയെയാണ്. വീണ്ടും ആരെയാണ്? നിന്റെ ഉമ്മയെയാണ്. നാലാമത്തെ വട്ടം മാത്രമാണ് പിതാവിനെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരിഗണനയുടെ പട്ടികയിലെ 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും 3-ാം സ്ഥാനവും ഉമ്മക്ക് തന്നെയാണ്. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിലെ പരിഗണനയിലെ 1-ാം സ്ഥാനം എന്ന് പറയുന്നത് അവളുടെ ഭർത്താവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അയാളുടെ തൃപ്തി നേടിയെടുക്കുന്നെങ്കിൽ, വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മരണം സുന്ദരമാകും, നിങ്ങളുടെ പരലോകം സുന്ദരമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഭർത്താവിന്റെ തൃപ്തി നേടിയെടുക്കുന്നതിലൂടെ സ്വർഗം നേടിയെടുക്കാൻ എങ്ങനെ സാധിക്കുമെന്ന വിഷയവുമായി ബന്ധപ്പെട്ട് 6 കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. 6 വിഷയങ്ങൾ. ഈ 6 വിഷയങ്ങൾ നിങ്ങൾ മനഃപ്പാഠം പഠിക്കണം. എന്നിട്ട് ജീവിതത്തിൽ ഇത് നിങ്ങളൊന്ന് പകർത്തി നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും, അള്ളാഹുവിന്റെ തൃപ്തിയും പ്രീതിയും നിങ്ങളുടെ ജീവിതത്തിൽ പെയ്തിറങ്ങും. നിങ്ങളുടെ ആഗ്രഹങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഫലീകരിക്കും. പാപങ്ങൾ പടച്ച റബ്ബ് പുറത്തു തരും. സമാധാനവും ശാന്തിയുമുള്ളൊരു മരണം പടച്ച റബ്ബ് പകരം തരും. സ്വർഗത്തിലേക്ക് അവന്റെ കാരുണ്യം കൊണ്ട് നിങ്ങളുടെ കൈ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അതിൽ 1-ാമത്തെ വിഷയം, നിങ്ങൾ നിങ്ങളുടെ ഇണയെ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടിയാകണം, പടച്ചോന് വേണ്ടിയാകണം. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിമാരും ഉമ്മമാരും ഒന്ന് ഹൃദയം കൊണ്ട് ചിന്തിച്ചു നോക്കുക. ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അദ്ദേഹത്തിന്റെ സ്നേഹം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണോ? അതല്ല ജീവിതത്തിൽ ഇങ്ങനെ ഒരു കുരുക്കിൽ പെട്ടുപോയി ഇനി സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണോ? അതല്ല അദ്ദേഹമാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് വീടുണ്ടാക്കി തന്നത്, എന്റെ മക്കളുടെ പഠനം പൂർത്തിയാക്കിയത്, എന്റെ കുടുംബത്തെ പരിപാലിച്ചത് എന്നതുകൊണ്ടാണോ? എന്തിനാണ് ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നത്, എന്റെ ഇണയെ സ്നേഹിക്കുന്നത് എന്ന് നിങ്ങൾ കൃത്യമായി ആലോചിക്കുക. ഞാൻ ഈ പറഞ്ഞ മറുപടികളാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നതെങ്കിൽ അതൊന്നുമായിരിക്കരുത് കാരണം. നിങ്ങളുടെ ഇണയെ നിങ്ങൾ സ്നേഹിക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ആ സ്നേഹവും ആ ഇഷ്ടവും ആ പരിഗണനയും തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു പരാതിയും പരിഭവവും ഉണ്ടാവുകയില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അതാണ് നിങ്ങൾക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ ഗുണം, ഉപകാരം. ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് അവളിൽ നിന്നൊന്നും തിരിച്ചു കിട്ടാനല്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ റബ്ബിൽ നിന്ന് മാത്രമാണ്, എന്റെ രക്ഷിതാവിൽ നിന്ന് മാത്രമാണ്.
ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചു, ഒരുപാട് പരിഗണിച്ചു, അവൾക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുത്തു. എന്നിട്ടും അവൾ എന്നെ അവഗണിക്കുകയാണ്, അനുസരിക്കുന്നില്ല എന്നൊക്കെയാണെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ ഇണയെ സ്നേഹിച്ചതെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമല്ല. എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ആ സ്നേഹത്തിനും ആ കാരുണ്യത്തിനും ആ ഇഷ്ടത്തിന് ഒരു മങ്ങലും വരൂല. നിങ്ങൾ നോക്കി നോക്ക്, ഭർത്താവിനെ പരിചരിക്കുന്നത്, ഒരു ഗ്ലാസ് ചായ കൊണ്ടു കൊടുക്കുന്നത് പോലും, ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊണ്ടു കൊടുക്കുന്നത് പോലും റബ്ബേ നിന്റെ തൃപ്തിക്ക് വേണ്ടി എന്ന നീയത്തില് നിങ്ങൾ ചെയ്യാൻ നോക്ക്. എന്തൊരു സുന്ദരമായിരിക്കും ആ സ്നേഹം. കാരണം പടച്ച റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും അസ്ഥാനത്താവില്ല. അത് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുക തന്നെ ചെയ്യും. ഒന്നാമതായി അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, ഉമ്മമാരെ, ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ഇണകളെ, നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയും മാത്രമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശ വരുന്ന പ്രശ്നമേ ഇല്ല. ഇനി രണ്ടാമത്തെ വിഷയം, അദ്ദേഹത്തിന്റെ കുടുംബത്തോടുള്ള അനാവശ്യമായ വെറുപ്പ് മാറ്റിവെക്കുക. പല കുടുംബത്തിലുമുള്ള പ്രശ്നമാണ്. പല മനുഷ്യരുടെയും ജീവിതം നരകതുല്യമാകുന്നത് ഭാര്യയും അയാളുടെ ഉമ്മയും തമ്മിലുള്ള പ്രശ്നത്തിലാണ്. നേരെ ഇപ്പുറത്തെ ഒരു പ്രശ്നമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങൾ എടുത്ത് ലിസ്റ്റ് ചെയ്യാന്നെന്നാൽ നിങ്ങളെക്കാൾ കൂടുതലുണ്ടാവും. പക്ഷേ ഞാൻ സംസാരിക്കുന്നത് സ്ത്രീകളോടായതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം പറയാം. ഈ ഭർത്താവിന്റെ ഉമ്മയെയും ഉപ്പയെയും കുടുംബക്കാരെയും മുഴുവൻ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാക്കുക. അവരിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ മുഴുവൻ സഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാകുക. ാണ്. ക്ഷമാലുക്കളുടെ പ്രതിഫലം കണക്കില്ലാത്തതാണ്. നമ്മൾ സാധാരണ പറയും ക്ഷമക്കൊരു അതിരുണ്ട്, ക്ഷമക്കൊരു അതിരുമില്ല. ക്ഷമന്റെ നെല്ലിപ്പടി കഴിഞ്ഞു, ക്ഷമന്റെ നെല്ലിപ്പടി കഴിയൂല. ഒരതിരുമില്ലാത്ത കർമ്മത്തിനാണ് ക്ഷമ എന്ന് പറയുക. 18 കൊല്ലക്കാലമാണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ശരീരത്തിൽ പുഴുവിനെയും കൊണ്ട് നടന്നത്. ക്ഷമ തീർന്നിട്ടില്ല. 900 ചില്ലാനം കൊല്ലക്കാലമാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദ് പറഞ്ഞത്. ക്ഷമ തീർന്നിട്ടില്ല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച വേദനകളുടെയും യാതനകളുടെയും പരിഹാസങ്ങളുടെയും കുത്തുവാക്കുകളുടെയും നീണ്ട പട്ടിക ക്ഷമ അവസാനിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ക്ഷമക്ക് പരിധിയും പരിമിതിയും ഒന്നുമില്ല. ക്ഷമക്ക് നെല്ലിപ്പലകയൊന്നുമില്ല. എത്ര വേണമെങ്കിലും നമുക്ക് ക്ഷമിക്കാം. പക്ഷെ ആ ക്ഷമ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. എപ്പോ? എന്റെ അമ്മായിയമ്മ എന്നെ അവഗണിക്കുമ്പോ ആ അവഗണന എനിക്ക് ആസ്വദിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാവണമെന്ത്? റബ്ബേ നിനക്ക് വേണ്ടിയാണ്, നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. തിരിച്ച അവഗണനയെ അവഗണിച്ചുകൊണ്ട് നാം പരിഗണിക്കുമ്പോ, നാം സ്നേഹിക്കുമ്പോ അതും നമുക്ക് ആസ്വദിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈ ചിന്ത വേണം, റബ്ബേ നിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, നിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. എത്ര സുന്ദരമായിരിക്കും ആ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു സഹാബി വന്നിട്ട് പറയാണ്, പ്രവാചകന്റെ അടുത്ത് വന്നിട്ട്, റസൂലെ ഞാൻ എന്റെ കുടുംബത്തെ എത്ര നന്നായിട്ടാണ് പരിഗണിക്കുന്നത്, എന്റെ കൂട്ടുകുടുംബത്തെ, എന്റെ കുടുംബക്കാരെ ഞാൻ എത്ര നന്നായിട്ടാണ് സ്നേഹിക്കുന്നത്. പക്ഷേ അവരെനിക്ക് തിരിച്ചു തരുന്നത് അവഗണനയും അതുപോലെ തന്നെ വൃത്തികെട്ട വാക്കുകളും ഒക്കെയാണ്. അവരെന്നെ വല്ലാതെ ഉപദ്രവിക്കുകയാണ് മാനസികമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഈ നിലപാട് തുടരുന്ന കാലത്തോളം പടച്ചോൻ നിന്റെ കൂടെ ഉണ്ടാവും. നീ നിന്റെ ഈ നിലപാട് തുടരുന്ന കാലത്തോളം അള്ളാഹുവിന്റെ ഒരു മലക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. നീ നിന്റെ ഈ നിലപാട് തുടരുന്നത് നീ അവരെ ചുടുവെണ്ണീര് തീറ്റിക്കുന്നത് പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ആ രീതിയിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കുടുംബങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, അവരെ ക്ഷമിക്കാനും സഹിക്കാനും അവർക്ക് വിട്ടുവീഴ്ച നൽകാനും നിങ്ങൾക്ക് സാധിച്ചാൽ, അള്ളാഹുവിന്റെ തൃപ്തിക്കും പ്രീതിക്കും വേണ്ടിയാണെങ്കിൽ വലിയ ഉയർച്ചയും വളർച്ചയും സമാധാനവും ശാന്തിയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. മൂന്നാമതായി, നിങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകളും ഒരിക്കലും ചെയ്യാത്ത, എന്നാൽ ചെയ്താൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും റഹ്മത്തും ബറക്കത്തും നിങ്ങളിലേക്ക് പെയ്തിറങ്ങാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് മൂന്നാമതായി പറയാൻ പോകുന്നത്. ജീവിതത്തിൽ എന്റെ മുന്നിൽ 20 വയസ്സുള്ളവരും 15 വയസ്സുള്ളവരും 30 വയസ്സുള്ളവരും 40 വയസ്സുള്ളവരും 50 വയസ്സുള്ളവരും എല്ലാം ഉണ്ട്. നിങ്ങൾ ഒഴിവ് സമയങ്ങളിൽ നിങ്ങളുടെ ഇണകളുമായി ഒറ്റക്കിരിക്കുമ്പോ അദ്ദേഹം പഴയ കാലത്ത് ചെയ്ത പ്രവൃത്തികൾ അദ്ദേഹത്തെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തണം.
ആ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പണ്ട് എനിക്ക് സുഖമില്ലാതായപ്പോ വീട്ടിൽ വന്നിട്ടില്ലല്ലോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ലല്ലോ എന്നതല്ല. അദ്ദേഹം ജീവിതത്തിൽ സഹിച്ച ത്യാഗങ്ങളുണ്ട്. അദ്ദേഹം കുടുംബത്തിന് വേണ്ടി പണിയെടുത്ത ദിനരാത്രങ്ങളുണ്ട്. അദ്ദേഹം ചെയ്ത ത്യാഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയണം. പലരും, പല സ്ത്രീകളും, പല ഭാര്യമാരും പറയാറുണ്ട്. മറ്റുള്ളവരോട് പറയും, മക്കളോട് പറയും, സ്വന്തം ആങ്ങളമാരോട് പറയും, കുടുംബക്കാരോട് പറയും, സ്വന്തം ഉമ്മയോടും ഉപ്പയോടും എല്ലാം പറയും. അയാളോട് പറയില്ല. അയാൾ അങ്ങനെ കേട്ടിട്ട് സൂക്ഷിക്കണ്ട, അയാൾ അങ്ങനെ കേട്ട് രസിക്കണ്ട എന്ന നിലപാടാണ്. അയാളോട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കരുത്. അയാളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല, അയാളുടെ ഇഷ്ടം നേടാൻ വേണ്ടിയിട്ടല്ല. ആ മനുഷ്യൻ ഇന്നലകളിൽ സഹിച്ച ത്യാഗത്തെ നിങ്ങൾ വിലമതിക്കുന്നു എന്ന ഒരു മെസ്സേജ്, എന്നൊരു സന്ദേശം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ അള്ളാഹുവിന്റെ തൃപ്തിയും പ്രീതിയും നിങ്ങൾക്ക് ഒരുപാട് ലഭിക്കും എന്നതുകൊണ്ട് മാത്രം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം, മാസത്തിൽ 1, 2, 3 തവണ നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് തന്നെ ആ മനുഷ്യൻ ഇന്നലകളിൽ സഹിച്ച ത്യാഗങ്ങൾ, പ്രയാസങ്ങൾ, ഇതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് എന്ന രീതിയിൽ അയാളോട് സംസാരിക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. നിങ്ങൾക്കത് നേടിത്തരുന്ന പ്രതിഫലം ചെറുതല്ല. നാലാമത്തത്, സ്വന്തം ഭർത്താവുമായി ഒരിക്കലും മത്സര ബുദ്ധി പാടില്ല. എന്റെ മുന്നിൽ ഇരിക്കുന്ന ന്യൂജൻ കുട്ടികളോടാണ് പറയുന്നത്. കുട്ടികളൊക്കെ ഇപ്പോ പുതിയ പെൺകുട്ടികളൊക്കെ വിവാഹം കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായ കെട്ടിയോന് കൊണ്ടുകൊടുക്കുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നവരാണ്. അത് ജെൻഡർ ഇക്വാലിറ്റിക്ക് എതിരാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. ആ രീതിയിലുള്ള മത്സര ബുദ്ധി വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ പിന്നെ ഒരിക്കലും രക്ഷപ്പെടൂല. പൊട്ടലും ചീറ്റലും ബോംബോ പൊട്ടലും ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. യുദ്ധം മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഒരു സമാധാനം ഉണ്ടല്ലോ. ഉഹുദും ഖന്തക്കും അതും ബദറും ഒക്കെ ഉണ്ടാവും. ഹുദൈബിയ സന്ധ്യ അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരിക്കലും മത്സര ബുദ്ധി ഇല്ലാതിരിക്കുക. പരസ്പരം തോൽക്കാൻ തയ്യാറാകുന്ന മനുഷ്യരൊരുമിച്ചുള്ള ജീവിതം സുന്ദരമായിരിക്കും, വളരെ സുന്ദരമായിരിക്കും. എന്നാൽ ഞാൻ തന്നെ ജയിക്കണമെന്ന് വാശി പിടിച്ച് ജീവിക്കുന്ന 2 വ്യക്തികൾ ഒരുമിച്ചുള്ള ജീവിതം നരകതുല്യമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഭർത്താവിനോട് മത്സര ബുദ്ധി ഇല്ലാതിരിക്കുക. ഇതൊക്കെ പുരുഷന്മാർക്കും ബാധകമാണ് കേട്ടോ. ശബ്ദം ശ്രവിക്കുന്ന ഭാര്യയോട് മത്സര ബുദ്ധി ഉണ്ടാവരുത്. ഞാൻ ആണല്ലേ, ഞാൻ തന്നെ ജയിക്കണ്ടേ, ഞാൻ പറഞ്ഞ എന്നെ അംഗീകരിക്കണ്ടേ എന്നൊന്നുമില്ല. ഭാര്യയുടെ മുന്നിൽ ജയിക്കുക എന്നത് ആണത്തൊന്നല്ല. അതൊക്കെ ആരോ പണ്ട് പറഞ്ഞതാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പടച്ചറബ് പൗരുഷം നൽകിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ആ പ്രവാചകന്റെ വീട്ടിൽ അതിഥികൾ ഉണ്ടായിരിക്കുമ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ പലഹാര പാത്രം തട്ടിത്തെറിപ്പിച്ച് ആ പാത്രം അടക്കം പൊളിഞ്ഞു പോകുന്നത്. എങ്ങനെയാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത്? പ്രവാചകൻ ഒരു അക്ഷരം ഉരിയാടാതെ താഴിരുന്നു കൊണ്ട് പൊട്ടിച്ചെറിയ പാത്രത്തിന്റെ ചൂളുകൾ തന്റെ കയ്യിലേക്ക് വെക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. അവര് പ്രവാചകന്റെ അടുത്ത് പോയിരുന്നു. അവരുടെ മുട്ടുകൾ പ്രവാചകന്റെ മുട്ടിനോട് ചേർത്ത് വെച്ച് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, റസൂലേ, നിങ്ങൾ എനിക്ക് പുറത്തു തരൂലേ? നിങ്ങൾ എനിക്ക് മാപ്പ് തരൂലേ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുടിയിഴകൾക്കിടയിലൂടെ വിരലുകൾ തലോടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് ഞാൻ പുറത്തു തന്നിട്ടില്ലെങ്കിൽ വേറെ ആര് പുറത്തു തരാനാണ്? തോൽക്കാൻ തയ്യാറാകുന്ന 2 മനുഷ്യർ ഒരുമിച്ചുള്ള ജീവിതം എത്രമേൽ സുന്ദരമായിരിക്കും. അഞ്ചാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും താരതമ്യം ചെയ്യരുത്. എത്രയോ സ്ത്രീകൾക്കുള്ള പ്രശ്നമാണ് ഭർത്താവിനെ താരതമ്യം ചെയ്യുക. എന്റെ ഉപ്പാനെ കണ്ടുപഠിക്കുമെന്ന് പറയാ, എന്റെ ആങ്ങളെ കണ്ടുപഠിക്കുമെന്ന് പറയാ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏട്ടനെ കണ്ടുപഠിക്കുക, നിങ്ങളുടെ അനുജനെ കണ്ടുപഠിക്കുക എന്ന് പറയുക. കുടുംബത്തിലെ അവിടെയും ഇവിടെയും ജീവിക്കുന്ന ആളുകളെ സ്വന്തം ജീവിതത്തിലേക്ക് വലിച്ചു വെച്ച് അയാൾ ഇന്ന വയസ്സിൽ വീടുണ്ടാക്കി, ഇന്ന കാറുണ്ടാക്കി, അയാൾ നോക്ക്, അയാൾക്ക് ജീവിക്കാൻ അറിയാം, കുടുംബത്തെ നോക്കാൻ അറിയാം, പരിഗണിക്കാൻ അറിയാം, 10,000-കണക്കിന് ന്യായങ്ങൾ നിരത്തിയിട്ട് ആ മനുഷ്യനെ താരതമ്യത്തിന് വിധേയമാക്കുക ഒരിക്കലും ചെയ്യരുത്. ഓരോ മനുഷ്യരും വ്യത്യസ്തമാണ്. നിങ്ങൾ വലിയ ആരാധ്യ പുരുഷനായി കാണുന്ന ആളുകൾ, അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഭർത്താവിനേക്കാൾ 10 മടങ്ങ് പ്രയാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമായിരിക്കും. ഒരു വ്യക്തിയെയും ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി നോക്കാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് താരതമ്യം എന്ന സ്വഭാവം കുടുംബ ജീവിതത്തിൽ നിന്ന് മുഴുവനായും മാറ്റിവെക്കുക. ആറാമത്തേതും അവസാനത്തേതുമായ കാര്യം, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, നിങ്ങളുടെ ജീവിതത്തിലൂടെ പുതുതലമുറക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കുക, വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ആണവായുധം കൊണ്ടുള്ള യുദ്ധമല്ല എന്ന് ആ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക.
കാരണം പുതിയ കുട്ടികൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വിവാഹത്തിന് തയ്യാറാവുന്നില്ല. എന്താ കാരണം? അവർ ഉമ്മയെയും ഉപ്പയെയും കണ്ടിട്ടുണ്ട്. അവരെ ഈ വിവാഹ ജീവിതം കൊണ്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം കണ്ടിട്ടുണ്ട്. അത് തന്നെ തങ്ങളുടെ ജീവിതത്തിലേക്കും വലിച്ചഴക്കണോ എന്നാണ് അവർ ചോദിക്കുന്നത്. ആ ചോദ്യം പ്രസക്തമാണ്. നിങ്ങൾ ജീവിച്ചു കാണിക്കൂ. 1, 2, 3 മണിക്കൂർ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്തി മകളെ അല്ലെങ്കിൽ മകനെ വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ നിങ്ങൾ പാടുപെടുന്നതിന് പകരം ജീവിച്ചു കാണിക്കൂ. നിങ്ങൾ വിവാഹം സുന്ദരമാണെന്ന് ജീവിതത്തിലൂടെ നിങ്ങൾ കാണിച്ചു കൊടുക്കൂ. വിവാഹ ജീവിതം ആസ്വാദ്യകരമാണെന്ന് വിവാഹ ജീവിതത്തിലൂടെ നിങ്ങൾ കാണിച്ചു കൊടുക്കൂ. എങ്കിൽ ആ മക്കൾ നിങ്ങൾ പറയുന്നിടത്ത് നിൽക്കും. അല്ലാതെ നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും പുതിയ തലമുറയെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഈ 6 കാര്യങ്ങൾ കൃത്യമായി നിങ്ങളൊന്ന് പാലിച്ചു നോക്ക്. നിങ്ങൾക്ക് ഒരുപാട് പരാതികൾ ഭർത്താക്കന്മാരെ കുറിച്ചുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മഹദി മറിയം ബീബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവരുടെ ഉമ്മ പ്രസവിച്ചപ്പോ ഉമ്മ പറഞ്ഞു, ഇന്നി വദഅതുഹാ ഉൻസ, അല്ലാഹു ഞാനിതാ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു. ആഗ്രഹിച്ചത് ആൺകുട്ടിയെയാണ്, പക്ഷെ പ്രസവിച്ചത് പെൺകുട്ടിയെയാണ്. വല്ലാഹു അഅലമു ബിമാ വദഅത്, അവർ പ്രസവിച്ചതിനെ കുറിച്ച് കൃത്യമായി അല്ലാഹുവിന് അറിയാം. വലൈസ ദക്കറു കൽ ഉൻസ, ആണും പെണ്ണും ഒരിക്കലും ഒരുപോലെയല്ലല്ലോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരിക്കലും ഒരുപോലെയല്ല, തുലോം വ്യത്യസ്തമാണ്. പല പരാതികളുടെയും അടിസ്ഥാനം ഈ ഒരു വ്യത്യസ്തതയാണ് എന്ന് നാം മനസ്സിലാക്കുക. പല ഭാര്യമാർക്കും ഭർത്താക്കന്മാരെ കുറിച്ചുള്ള പരാതി എന്താ അറിയോ? അയാൾ തൊള്ള തുറന്ന് സംസാരിക്കൂല, അയാൾ ഉള്ളു തുറന്ന് സംസാരിക്കൂല, അയാള് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ മുക്കലും മുരടലും മാത്രമാണ്, വേറൊന്നും അയാൾ സംസാരിക്കൂല എന്നൊക്കെയാണ്. അതിനൊരു സൈക്കോളജിക്കൽ റീസൺ ഉണ്ട്. സ്ത്രീകളുടെ തലച്ചോറ് കൂടുതലായും സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഡോപ്പമൈൻ പോലെയുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതെന്തിനു വേണ്ടിയാണ് പടച്ചിറപ്പ് ആ സംവിധാനം ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ മക്കളെ സുന്ദരമായി പരിചരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവരെ സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഉപ്പാന്റെ കയ്യിൽ കുട്ടി കിടന്നിട്ട് ഒരു 10 മിനിറ്റ് ചീറിക്കഴിഞ്ഞാൽ കൊണ്ടുപോയി കൊടുക്കും, കൊണ്ടുപോയി പണ്ടാരത്തിനെ. പക്ഷെ 2 മണിക്കൂർ ഉമ്മയുടെ കയ്യിൽ കിടന്ന് കാറിക്കഴിഞ്ഞാലും അവർക്ക് മനസ്സും എടുക്കുന്നില്ല. എന്താ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ ഈ തലച്ചോറിലെ ഹോർമോണുകളുടെ വ്യത്യാസമാണ്. ഈ ഹോർമോൺ വ്യത്യാസപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ സ്ത്രീകൾ ഒരുപാട് സംസാരിക്കും. ചില സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നത് ഒരു സ്ത്രീ ഒരു ദിവസം 15,000 വാക്കുകളോളം സംസാരിക്കുന്നതാണ്. എന്നാൽ പുരുഷന് താരതമ്യേന തലച്ചോറിൽ ഈ തരത്തിലുള്ള ഹോർമോണുകൾ കുറവായതുകൊണ്ട് പുരുഷൻ ഒരു ദിവസം 7,000 വാക്കുകളെ സംസാരിക്കുള്ളൂ എന്നാണ്. അപ്പൊ നേരെ ഇരട്ടിയിലധികമായി. ഇപ്പൊ സാധാരണ ഒരു കുടുംബജീവിതത്തിൽ എന്താ സംഭവിക്കാം? ഇയാൾ രാവിലെ കടയിലേക്ക് പോകും, അല്ലെങ്കിൽ ജോലിക്ക് പോകും. കടയിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ഒരാൾ വന്നിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കും, 200 രൂപേന്റെ സാധനം വാങ്ങിക്കും. എന്നിട്ട് അത് 150-ന് 100-ന് തരോ 150-ന് തരോ എന്നിങ്ങനെ ബാർഗെയിൻ ചെയ്ത് ഒരു സാധനം വെക്കണമെങ്കിൽ അയാൾ 1000 വാക്ക് സംസാരിക്കണം. 7 കസ്റ്റമർ വരുമ്പോഴേക്ക് 7,000 വാക്ക് അയാളുടെ കോട്ട കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ സംസാരിക്കാൻ ആ മനുഷ്യന് ഒരു താല്പര്യം ഉണ്ടാവില്ല. വീണ്ടും ആളുകൾ വരും. അവസാനം ഈ മുക്കലും മുരളലും മാത്രമാണ് ബാക്കി ഉണ്ടാവുക. ഇതും കൊണ്ടാണ് വീട്ടിലേക്ക് വരിക. വീട്ടിൽ വരുമ്പോൾ ആരോടും സംസാരിക്കാതെ 15,000 സ്റ്റോക്കുമായിട്ട് ഭാര്യ അവിടെ നിൽക്കുന്നുണ്ടാവും. അതങ്ങോട്ട് ചുരിയും. 2, 3, 4 എത്തുമ്പോൾ ഈ മനുഷ്യന് സഹികെടും, ഒച്ചുണ്ടാക്കും, ദേഷ്യം പിടിക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഇടയിലുണ്ടാക്കിയ ബയോളജിക്കൽ ഡിഫറൻസിന്റെ ജീവശാസ്ത്രപരമായ വ്യത്യസ്തത കാരണം ഉണ്ടാവുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി. വലൈസ ദക്കറു കൽ ഉൻസ, ആണും പെണ്ണും ഒരിക്കലും ഒരുപോലെയല്ല. അവരുടെ പരാതികളും പരിഭവങ്ങളും പോലും ഒരുപോലെയല്ല. ഇപ്പൊ ഞാന് പലപ്പോഴും എൻ്റെ ഉമ്മ വീട്ടുജോലികൾ നമ്മൾ ചെറുപ്പത്തിലേക്ക് കേൾക്കുന്നതാണ്. വീട്ടുജോലികളെ കുറിച്ച് ഉപ്പാനോട് പറയും, എന്തൊരു പണിയാണ് ഇവിടെ, അടിക്കണം, തുടക്കണം, അലക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, പാത്രം കഴുകണം, എത്ര ഭക്ഷണം ഉണ്ടാക്കണം ആളുകൾക്ക്. ഇപ്പൊ ഗസ്റ്റുകളൊക്കെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ പറയും ചിലപ്പോൾ. അപ്പോ വാപ്പ പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിഹാരമുണ്ട്. എന്താ പറയാ, നീ എന്തിനാ ഇത്ര കുറെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനാ? രാവിലെ നീട്ടി അങ്ങോട്ടൊരു കറി വെച്ചോ, കുറെ ചോറും വെച്ചോ, എന്നിട്ട് വൈകുന്നേരം വരെ നമുക്ക് കഴിക്കാലോ. ഇത് ശരിക്കു പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സൈക്കോളജിക്കൽ ഡിഫറൻസ് വായിച്ചപ്പോൾ ശരിക്കും എൻ്റെ ഉമ്മയുടെ വർത്തമാനത്തിന്റെ കാരണവും എൻ്റെ വാപ്പയുടെ വർത്തമാനത്തിന്റെ കാരണവും ആ വർത്തമാനം കേൾക്കുമ്പോൾ, പരിഹാരം കേൾക്കുമ്പോൾ എൻ്റെ ഉമ്മാക്ക് വളരെയധികം ഈർഷ്യത ഉണ്ടാവാറുണ്ട്, പ്രയാസം ഉണ്ടാവാറുണ്ട്. എല്ലാവർക്കും ഉണ്ടാവും. കാരണം നിങ്ങൾ വൈകുന്നേരം ഭർത്താവ് വരുമ്പോൾ പറയും, എന്തൊരു പണിയാണ്, നടു ഒടിഞ്ഞു മനുഷ്യന്റെ. അപ്പൊ അയാൾ തിരിച്ചെന്താ ചോദിക്കുക? മിക്കവാറും ഇവിടെ എന്താ അതിന് മാത്രം പണി, അതിന് മാത്രം എന്താ, അല്ലേ? സാധാരണ ചോദ്യമല്ലത്. പക്ഷെ നിങ്ങൾ ഇവിടെ ഭയങ്കര പണിയാണ്, പ്രയാസമാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തി, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് അത് പരിഹരിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ലല്ലോ. പിന്നെന്താണ്? ശരിയാണ് എന്ന് പറഞ്ഞതൊന്ന് അംഗീകരിച്ചു തരാ. ശരിയാ, നീ ഇവിടെ ഒരുപാട് പണിയെടുക്കുന്നുണ്ട്,
ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. അതും അല്ലേ, അതാണ് ഒരു പെണ്ണ് ആഗ്രഹിക്കുക. അതൊന്ന് അംഗീകരിച്ചു കൊടുക്കുക, അതിനൊന്ന് അപ്രിഷിയേറ്റ് ചെയ്യുക, ഒന്ന് അഭിനന്ദിക്കുക, ഒന്ന് ചേർത്ത് പിടിക്കുക, ഒന്ന് കൂട്ടിപ്പിടിക്കുക. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ സ്ത്രീകൾ ആഗ്രഹിക്കുക. പക്ഷെ പുരുഷന്മാരെന്താ പറയാ, അതിന് ഇങ്ങനെ ചെയ്താൽ പോരെ, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പണിത്തര കുറയല്ലോ. ഇത് കേൾക്കുമ്പോൾ സ്ത്രീകൾക്ക് ഇങ്ങോട്ട് ദേഷ്യം പിടിക്കും. അതിനൊരു കാരണമുണ്ട്. പുരുഷന്മാരങ്ങനെ ഒരു സൊല്യൂഷൻ പറയാൻ കാരണം എന്താണ്, അത് ശരിക്കും മനസ്സിലാക്കോ നിങ്ങൾ. ഒരു പുരുഷൻ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരാവട്ടെ അവിടെ ഇരിക്കുന്നവരാവട്ടെ ആരാവട്ടെ, ഒരു പുരുഷൻ ഒരാളെടുത്ത് പോയിട്ട് ഒരു പരാതി പറയുക എന്ന് പറഞ്ഞാൽ അവൻ അതിന്റെ പരിഹാരം തേടാണ്. ഓൻ അംഗീകാരമല്ല വേണ്ടത്. ഞാനിപ്പോ ഒരാളെടുത്ത് പോയിട്ട് എന്റെ ഒരു പ്രശ്നം പറയുമ്പോ, സാരില്ലടാ കുഴപ്പമില്ല, നീ ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്ന് ചേർത്ത് പിടിച്ചാൽ ചിലപ്പോൾ മൂന്ന കിട്ടൊന്ന് കൊടുക്കും. കാരണം അതെല്ലാം ആഗ്രഹിക്കുന്നത് ഒരാളിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെന്താണ്, അതിനുള്ള പരിഹാരമാണ്. അപ്പൊ ഭാര്യ അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പുരുഷൻ എന്താ വിചാരിക്കുക, ഇവളെന്താണ് ഇതിനുള്ള പരിഹാരം തേടാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ പരിഹാരം പറഞ്ഞു കൊടുക്കും. പെണ്ണിന് വേണ്ടത് അതല്ല. ആണും പെണ്ണും ഒരിക്കലും ഒരുപോലെയല്ല. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള ഭർത്താവിന്റെ തൃപ്തി എന്ന വാതിൽ തുറക്കാൻ എളുപ്പമായിരിക്കും. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല അയാളെ ചിന്തിക്കുന്നത്. നിങ്ങളുടെ തലച്ചോറിന്റെ വയറിങ് പോലെയല്ല അയാളുടെ തലച്ചോറിന്റെ വയറിങ്. പലപ്പോഴും ഈ സ്ത്രീകൾക്ക് മൾട്ടി ടാസ്കിങ് എബിലിറ്റി വളരെ കൂടുതലാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ കഴിയും. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ കാണാം, അടുപ്പത്ത് ദോശ ഉണ്ടാവും, ഇപ്പുറത്ത് ടൈം ടേബിൾ ഉമ്മ തന്നെ എടുത്തു വെക്കുന്നുണ്ടാവും, വേറെ ഇപ്പുറത്ത് ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ട് ഇസ്തിരി അതിന്റെ ഇടയിൽ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, വേറെ ഇപ്പുറത്ത് കുളിക്കാൻ രണ്ടാള് ബാത്റൂം. ഇതൊക്കെ ഇങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യും. മൾട്ടി ടാസ്കിങ് വളരെ കൃത്യമായി ചെയ്യാൻ സാധിക്കും. പക്ഷെ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം മൂപ്പരൊരു കണക്ക് കൂട്ടുമ്പോൾ ആരെങ്കിലും ഒച്ച ഉണ്ടാക്കി ദേഷ്യം പിടിക്കും. കാരണം എന്താണ്, ആണിന്റെ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഒരു സമയം ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പെണ്ണിന്റെ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം പല കാര്യവും ഒരേ സമയത്ത് ചെയ്യാൻ പറ്റും. അത് സ്ത്രീകളുടെ തലച്ചോറ് പുരുഷന്മാരുടെ തലച്ചോറിനെ സംബന്ധിച്ച് കുറച്ച് ചെറുതാണ്. അതിലുള്ള ഇന്റർ കണക്ഷൻ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരേ പല കാര്യങ്ങളും ഒരേ സമയം ചെയ്യാൻ കഴിയും. ആണിന്റെ തലച്ചോറ് വലുതാണ്, ഇന്റർ കണക്ഷൻ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഒരു സമയത്ത് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഞാൻ അക്കാര്യം പറഞ്ഞിട്ട് അങ്ങനെ ഈ കുറെ സയൻസും ബയോളജിയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ വൈയക്തിക ജീവിതവും കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിടയുള്ള വലിയ അപകടമാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, അവിഹിതം എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ശക്തി കൊടുത്തിട്ടുണ്ട്. ആ ശക്തി കൊടുത്തതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് ദൗർബല്യവും കൊടുത്തിട്ടുണ്ട്. ആ ദൗർബല്യം എന്താണെന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടും, വഞ്ചിക്കപ്പെടും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിവാഹ വിഷയങ്ങളിൽ ഇടപെട്ട് ഒരുപാട് കുട്ടികളെയും മുതിർന്നവരെയും ഉപദേശിച്ച് അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഒരുപാട് കാര്യങ്ങൾ റിപ്പയർ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ അവിഹിതം എന്ന വലിയ ദുരന്തം വരാതിരിക്കുന്നതിന് വേണ്ടി എത്രയോ കുടുംബങ്ങളെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്ന, എത്രയോ കുടുംബങ്ങളുടെ സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുന്ന, എത്രയോ സഹോദരിമാരെ ഒരിക്കലും കരകയറാൻ കഴിയാത്ത അധാർമികതയുടെ പാതാളത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വലിയ ദുരന്തം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ നിന്നാണ് ഈ 4 കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ വെറുതെ കേൾക്കരുത്. ഞാൻ വരുന്നത് എത്രയോ ദൂരെ നിന്നാണ്. ഇന്ന് സ്ത്രീകളാണ് സദസ്സിൽ ഉണ്ടാകുക എന്നറിഞ്ഞപ്പോ ഈ വിഷയം സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാണ്. കാരണം നിങ്ങൾ ഇത് മനസ്സിലാക്കണം, എത്രയോ സംഭവങ്ങൾ ദിനേന നമ്മുടെ ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്നാമത്തെ വിഷയം എന്താണെന്നറിയോ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകെട്ടുകളെ സൂക്ഷിക്കുക. ആരുമായാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത്? ഇത് ചെറിയ കുട്ടികളോടല്ലോ, 40 കഴിഞ്ഞ 50 കഴിഞ്ഞ ഈവൻ 60 കഴിഞ്ഞ എന്റെ ഉമ്മമാരോടക്കമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആരുമായാണോ കൂടുതൽ അടുക്കുന്നത്, ആരുമായാണോ കൂടുതൽ സംസാരിക്കുന്നത്, ആരുമായാണോ കൂടുതൽ സഹവസിക്കുന്നത്, അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ പരലോകമെന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഗീബത്തും നമീമത്തും പറഞ്ഞിട്ടാണ് പല സ്ത്രീകളും ഫ്രണ്ട്ഷിപ്പ് ഉഷാറാക്കുക, ചങ്ങാത്ത ഉഷാറാക്കുക. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഒരുവളെ ഇങ്ങനെ ശത്രുസ്ഥാനത്ത് നിർത്തുക, എന്നിട്ട് ഓളെ ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ കുറ്റം പറയുക, ഗീബത്ത് പറയുക, എന്നിട്ട് ഈ ബന്ധം ഇങ്ങോട്ട് ഉറപ്പിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേറൊരാളുടെ കുറ്റം പറഞ്ഞിട്ട് നമ്മളുമായി അടുക്കാൻ വരുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം ഇതേ വ്യക്തി നമ്മുടെ കുറ്റം പറഞ്ഞിട്ട് വേറൊരാളുമായി അടുക്കും, വേറൊരാളുമായി ബന്ധം സ്ഥാപിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഗീബത്ത് കമ്മിറ്റികളിൽ നിന്ന് നമ്മൾ രാജിവെക്കുക.
ഒരു ചെറിയ പത്തിരി ഉണ്ടല്ലോ നോമ്പിനൊക്കെ ഉണ്ടാക്കുന്നത്, ഇവിടെ എന്താ അതിന് പറയാ? ആണപ്പത്തൽ. നമ്മളുടെ ആണപ്പത്തൽ എന്ന് പറയും, കക്കറൊട്ടി എന്ന് പറയും. അതിന് വേറൊരു പേരുണ്ട്, അതിനറിയാം നിങ്ങള്? ഗീബത്ത് പത്തിരി എന്ന് പറയും. ഇവിടെ പറയലുണ്ടോ? ഉണ്ടോ? പിടി. ആ, ഏതോ ഒരു സ്ഥലത്ത് ഗീബത്ത് പത്തിരി എന്ന് പറയലുണ്ട്. എന്താ സംബന്ധിച്ചത്? കുറെ നേരമാണല്ലോ ഉണ്ടാക്കാന്. അപ്പൊ നോമ്പെടുത്തിട്ട് വളഞ്ഞിരുന്നിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുമ്പോ ഇതിന്റെ കൂടെ നന്നായിട്ട് പച്ചിറച്ചി തിന്ന ഗീബത്തൊക്കെ തിന്നിട്ട് അതിന്റെ ഗീബത്ത് പത്തിരി എന്നും കൂടി അതിന് പേരുണ്ട്. ചില ഫ്ലാറ്റുകളിലൊക്കെ വൈകുന്നേരം ഈ സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്ത്രീകൾ ഇങ്ങനെ വട്ടം കൂടിയിരിക്കും. ഗീബത്ത് കമ്മിറ്റിയാണ്. ഞങ്ങൾ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. റൂമിൽ ഇരുന്ന കേക്ക് അങ്ങനെ ഇങ്ങനെ കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ഇങ്ങനെ ഗീബത്ത്. ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഗോസിപ്പുകൾ സംസാരിച്ച് നാം ആസ്വദിക്കരുത്. അത് വലിയ അപകടമാണ്. നമ്മുടെ കർമ്മങ്ങൾ മുഴുവൻ നശിപ്പിച്ചു കളയും. അള്ളാന്റെ റസൂൽ പറഞ്ഞില്ലേ, വലിയ പർവ്വതത്തോളം പർവ്വത സമാനം നന്മകളുമായി ഒരാള് വരും മാശറയിലേക്ക്. എന്നിട്ട് എന്താ സംഭവിക്കുക? ഓരോ അവകാശികൾ വരും. ഗീബത്ത് പറഞ്ഞവർ, നമീമത്ത് പറഞ്ഞവർ, അങ്ങനെ വന്ന് അവസാനം പർവ്വതം ഒരു ചെറിയ കുന്നാവും, കുന്നു കൂനയാവും, കൂന കുഴിയാവും. എന്നിട്ടും ബാക്കിയായിരിക്കും അവകാശികൾ. അപ്പൊ എന്താവും? ഇനി വരുന്ന അവകാശികളുടെ തിന്മകൾ എടുത്തിട്ട് ഇവന് കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു കൂനയോളം തിന്മ, കുന്നോളം തിന്മ, പർവ്വതത്തോളം തിന്മയുമായി സ്വർഗത്തിലേക്ക് പോകേണ്ട ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്ന ദുരന്തത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് വൃത്തികെട്ട കൂട്ടുകെട്ടുകൾ, അള്ളാഹുവിനെ പേടിക്കാത്ത കൂട്ടുകെട്ടുകൾ ഇപ്പൊ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല ഫിറ്റ്നസ് സെന്ററുകളിൽ നിന്നും സ്ത്രീകൾ ഒറ്റക്ക് ടൂർ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെയുള്ള സ്ത്രീകളും പുരുഷന്മാരും മിക്സഡായി കൂടിക്കലർന്നുകൊണ്ട് ടൂർ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് പല തോന്നിയവാസങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കുഴപ്പമില്ല, ഭർത്താവിനൊരു പ്രശ്നമില്ല, ഭാര്യയ്ക്കൊരു പ്രശ്നമില്ല, കുടുംബത്തിനൊരു പ്രശ്നമില്ല. ഫോട്ടോ എടുത്തിട, ഡാൻസ് കളിച്ചിട്ടിട, പാട്ടുപാടിയിട്ടിട. ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളിലേക്ക്, ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിലേക്ക് നമ്മൾ എത്തിപ്പെടാതെ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ അതൊന്നും നമ്മുടെ മുന്നിൽ തെറ്റല്ലാതായി മാറും. ഇപ്പൊ ഇതൊക്കെ വിചാരിക്കുമ്പോ ഭർത്താവും മക്കളൊന്നും ഇല്ലാതെ ഏതോ അന്യ പുരുഷന്മാരുടെ കൂടെ ഏതോ ദൂരെ നാട്ടിലേക്ക് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇപ്പൊ വലിയ തെറ്റായിരിക്കും, വലിയ കുറ്റായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ കൂട്ടുകാർ നമ്മുടെ മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കും, ഇതൊന്നും ഒരു തെറ്റല്ല, ഇതൊന്നും ഒരു കുഴപ്പമില്ല, ഇതിനൊന്നും ഒരു പ്രശ്നമില്ല, ഇതൊക്കെ ഇന്നിന്റെ കാലഘട്ടത്തിൽ നാം അനുഭവിക്കേണ്ടതാണ്, ആസ്വദിക്കേണ്ടതാണ് എന്ന് നമ്മെ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മെ പറ്റിക്കുമവർ. അതുകൊണ്ട് അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളിലേക്കോ കൂട്ടായ്മകളിലേക്കോ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കോ അയൽപക്ക ബന്ധങ്ങളിലേക്കോ അത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്കോ പോകാതിരിക്കുക. ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ, നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ അള്ളാഹുവിനെ കുറിച്ച് പറയാൻ, മരണത്തെ കുറിച്ച് കേൾക്കാൻ, സ്വർഗത്തെ കുറിച്ച് കേൾക്കാൻ, നരകത്തെ കുറിച്ച് കേൾക്കാൻ, കുടുംബ ബന്ധങ്ങളെ കുറിച്ച് കേൾക്കാൻ, എങ്ങനെ രക്ഷപ്പെടാമെന്ന സംസാരങ്ങൾ കേൾക്കാൻ വന്നിരിക്കുന്നുണ്ടല്ലോ. ഇതിനേക്കാൾ വലിയ മഹത്തരമായ ഒരു കൂട്ടുകെട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ നിങ്ങൾക്ക് കിട്ടാനില്ല. അതുകൊണ്ട് ഈ കൂട്ടുകെട്ടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്ന, നരകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, സ്വർഗത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന മഹനീയവും വിശുദ്ധവുമായ ജീവിതത്തിൽ നമ്മെ തളച്ചിടുന്ന ഈ കൂട്ടുകെട്ട് കൂടുതൽ കൂടുതൽ നാം ശക്തമാക്കുക. ഇതിൽ നമ്മുടെ സഹകരണം കൂടുതൽ സജീവമാക്കുക. അതാണ് ഒന്നാമതായി നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ ചുറ്റുപാടും എപ്പോഴും ശ്രദ്ധിക്കുക, പരലോക വിജയത്തിന് വേണ്ടി. രണ്ടാമതായി പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവും, ശരിക്കും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് പറയുക. അപ്പൊ ചില ആളുകളൊക്കെ ഭർത്താവിനോട് പറഞ്ഞാൽ അയാൾ ശ്രദ്ധിക്കൂല, അയാൾ മനസ്സിലാക്കൂല, അയാള് തീരെ അണ്ടർസ്റ്റാൻഡിങ് അല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവും. നിങ്ങളുടെ ഉപ്പയോട് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ സങ്കടങ്ങൾ. അതുമല്ല, ഉപ്പ മരണപ്പെട്ടു, നിങ്ങളുടെ ആങ്ങളയോട് നിങ്ങൾക്ക് പറയാം, മുഹറമായ നിങ്ങളുടെ ആങ്ങളയോട് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ സങ്കടങ്ങൾ. അവിടെയും നിങ്ങൾക്ക് കേൾവി കിട്ടുന്നില്ല, നിങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല, നിങ്ങളുടെ പെൺ സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ സങ്കടങ്ങൾ. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരുപാട് മൗലവിമാരെ അറിയുന്നുണ്ടാവും, ഒരുപാട് പ്രഭാഷകന്മാരെ അറിയുന്നുണ്ടാവും, ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ അറിയുന്നുണ്ടാവും. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ സങ്കടങ്ങൾ ഇവരുമായി നിങ്ങൾ ഒരിക്കലും പങ്കുവെക്കരുത്. അത് നാശത്തിലേക്കാണ് നയിക്കുക, അത് വേണ്ടാത്ത ബന്ധത്തിലേക്കാണ് നയിക്കുക. അത് നിങ്ങൾ പറയുന്ന നിങ്ങളെയും കേൾക്കുന്ന അയാളെയും
ശൈത്താൻ അവന്റെ വലയിലാക്കാൻ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സങ്കടം പറയാനുണ്ടെങ്കിൽ, നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ ഇണ കേൾക്കുന്നില്ല എന്ന രൂപത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഹറമായ ആളുകളോട് മാത്രം സങ്കടം പറയുക. അതല്ലാത്തവരോട് നിങ്ങളുടെ സങ്കടത്തിന്റെ ഭാണ്ഡക്കെട്ടുകൾ അഴിച്ചു വെക്കാതിരിക്കുക. നിങ്ങളെ സമാധാനിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ പേഴ്സണൽ സ്പേസിലേക്ക്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് അയാൾ കടന്നു വരികയാണ്. വലിയ അപകടം ചെയ്യും, വലിയ ദുരന്തം ചെയ്യും. അത് എത്രയോ സ്ത്രീകൾക്കുള്ള ഒരു സ്വഭാവമാണത്. കുടുംബത്തിലുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഏതെങ്കിലും സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് ഫോണിൽ വിളിച്ചു പറയുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രഭാഷകന്റെ മെസ്സേജ് വാട്സപ്പിലേക്ക് അയക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാസംഗിന്റെ വാട്സപ്പിലേക്ക് അയക്കുക. ഒരിക്കലും അത് ശരിയല്ല. ഇനി അങ്ങനെ നിങ്ങൾക്ക് പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് ലേഡി സൈക്കോളജിസ്റ്റുകളുണ്ട്, അവരോട് പറയാം. അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീ പണ്ഡിതകളുണ്ട്, അവരോട് പറയാം. അതല്ലാതെ നിങ്ങൾ എതിർലിംഗക്കാരുമായി, നിങ്ങൾക്ക് മുഹറമല്ലാത്ത, നിങ്ങളുടെ ഭർത്താവല്ലാത്ത ആളുകളുമായി ഒരു കാരണവശാലും സങ്കടം പങ്കുവെക്കരുത്. അങ്ങനെ സങ്കടം പങ്കുവെച്ചാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുമെന്ന തോന്നൽ ശൈത്താൻ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കി തരും. അത് പിശാചാണെന്ന് മനസ്സിലാക്കുക, അത് ശൈത്താനാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ പരിപാടിയിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുക. മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചുള്ള കുറ്റം, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചുള്ള കുറവ് രണ്ട് സ്ഥലത്ത് മാത്രമേ നിങ്ങൾ പറയാവൂ. രണ്ട് സ്ഥലത്ത് മാത്രം. അതിലൊന്ന് നിങ്ങളുടെ ഭർത്താവിന്റെ മുന്നിൽ തന്നെയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു മനസ്സിലാക്കാം, നിങ്ങൾക്ക് ഇന്നിന്ന കുറവുകളും പ്രശ്നങ്ങളും ഉണ്ട്, നിങ്ങളോട് പറയാം. അദ്ദേഹവുമായി തർക്കിക്കാം, വാഗ്വാദത്തിൽ ഏർപ്പെടാം, പിണങ്ങി നിൽക്കാം, എല്ലാം ചെയ്യാം. അതൊന്നും ഇസ്ലാമിൽ തെറ്റൊന്നുമില്ല. ഭാര്യയും ഭർത്താവും വാഗ്വാദം നടത്തുക, തർക്കം ഉണ്ടാവുക, തെറ്റി നിൽക്കുക, സൗന്ദര്യപ്പിണക്കം ഉണ്ടാവുക, അതൊന്നും തെറ്റൊന്നുമില്ല. അതുണ്ടാവണം, അതുള്ളിടത്തെ ഇണക്കം ഉണ്ടാവുകയുള്ളൂ. അതല്ല എങ്കിൽ ഭർത്താവിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ, രണ്ടാമതായി നിങ്ങൾക്കത് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ റബ്ബിന്റെ മുന്നിൽ മാത്രമാണ്, അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമാണ്. വേറൊരു സ്ഥലത്തും നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ പരാതികളോ അദ്ദേഹത്തിന്റെ കുറവുകളോ വിളിച്ചു പറയരുത്. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, എത്രയോ ശിഥിലമായ കുടുംബങ്ങൾ, ആ കുടുംബങ്ങളിൽ ഭാര്യയായാലും ഭർത്താവായാലും ചെയ്തു കൂട്ടിയ അപക്വപരമായ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ടാണ് നിങ്ങളോട് ഈ പറയുന്നത്. നിങ്ങളുടെ ഭർത്താവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, പ്രശ്നമില്ലാത്ത ഒരൊറ്റ മനുഷ്യൻ ആകാശത്തിന്റെ കീഴിലില്ല, ഒരൊറ്റ മനുഷ്യനില്ല. ഒരു കുറവും കുഴപ്പമില്ലാത്ത ഒറ്റ മനുഷ്യനില്ല. കുഴപ്പങ്ങൾ ഉണ്ടാവും, അത് അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ഇത്രയും കൊല്ലം പറഞ്ഞിട്ടും നന്നായിട്ടില്ല, റബ്ബിനോട് പറയുക, അള്ളാഹുവിനോട് പറഞ്ഞ് സമാധാനം അടയുക, അള്ളാഹുമായി ഒരു രഹസ്യ ബന്ധമുണ്ടാക്കിയെടുക്കുക. പടച്ച റബ്ബിനോട് നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ജോലിയിൽ ഏർപ്പെടുമ്പോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അള്ളാഹുവിനോട് ഇങ്ങനെ സംസാരിക്കുക. പടച്ച റബ്ബിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുക. ദുആ ചെയ്യാനല്ല, മനസ്സ് തുറന്ന് നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോട് സംസാരിക്കുന്നത് പോലെ, നിങ്ങളുടെ പെങ്ങന്മാരോട് സംസാരിക്കുന്നത് പോലെ, നിങ്ങളുടെ ആങ്ങളയോട് സംസാരിക്കുന്നത് പോലെ, നിങ്ങളുടെ ഭർത്താവിനോട് സംസാരിക്കുന്നത് പോലെ, സങ്കടങ്ങൾ പങ്കുവെക്കുന്നത് പോലെ അള്ളാഹുവിനോട് നിങ്ങളുടെ പരിഭവങ്ങൾ പറയാം, റബ്ബിനോട് നിങ്ങളുടെ പരാതികൾ പറയാം. അവനത് കേൾക്കും, അവനത് അറിയും, അവനതിന് പരിഹാരം ഉണ്ടാക്കി തരികയും ചെയ്യും. സ്വന്തം ഇണയുടെ കുറ്റങ്ങളും കുറവുകളും മറ്റൊരാളോടും ഒരിക്കലും പങ്കുവെക്കാതിരിക്കുക. മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നാലാമതായി തെറ്റിലേക്ക് പോകാനുള്ള സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കുക. അതിലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. തെറ്റിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം പുതിയ കാലഘട്ടത്തിലെ അലുമിനി മീറ്റുകളാണ്. പഴയ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമങ്ങൾ തെറ്റിലേക്ക് പോകാനുള്ള വലിയ ഒരു സന്ദർഭമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ആരുടെയെങ്കിലും ഫോണിൽ അതുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് എക്സിറ്റ് അടിക്കലായിരിക്കും നിങ്ങളുടെ പരലോകത്തിനും നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ വിശുദ്ധിക്കും ഏറ്റവും നല്ലത്. ഞാന് എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ഫോൺ അവന്റെ സമ്മതത്തോടെ ഞാൻ ഒരിക്കലെടുത്തൊന്ന് ചെക്ക് ചെയ്തു. അതിൽ ഇതുപോലെയുള്ള ഒരു അലുമിനി ഗ്രൂപ്പ്, പഴയ കാലത്ത് ഒരുമിച്ച് പഠിച്ച അലുമിനി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് ഞാനൊന്ന് തുറന്നു നോക്കി. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അത്തരം ഗ്രൂപ്പുകളൊന്നും പോയി പെടാനുള്ള ദൗർഭാഗ്യം ഇന്നുവരെ എനിക്കുണ്ടായിട്ടില്ല ജീവിതത്തിൽ. അവന്റെ ഗ്രൂപ്പ് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ അതിൽ മുഴുവൻ പൂവൻകോഴികളും പടക്കോഴികളുമാണ്. അതും 40 വയസ്സ് കഴിഞ്ഞ പൂവൻകോഴികളും പടക്കോഴികളും. അവിടെ നിന്നിട്ട് അങ്ങനെ എന്താണ് പറയാ, കവിത പറയാ, കഥ പറയാ, കാലാവസ്ഥ പറയാ. ഒരാൾ പറയാണ്, ദുബായിൽ ഇങ്ങനെ മഴ പെയ്തിട്ട് ഇവിടെ നനുത്ത മണ്ണിന്റെ മണം എന്തൊരു സുന്ദരമാണ്. കവിതയ്ക്ക് ഇങ്ങോട്ട് പുറത്തു വരികയാണ്. പഴയ കാലത്തില് ആ 16-ാമത്തെ വയസ്സിലും 17-ാമത്തെ വയസ്സിലേക്കുള്ള കവിതകൾ. ഞാൻ അവനോട് പറഞ്ഞു, നീ ഇതിൽ തുടരരുത്.
അവൻ പറഞ്ഞു, ഞാൻ അതിലൊന്നും റിപ്ലൈ ചെയ്യലില്ലല്ലോ, ഞാൻ അതിലൊന്നും മെസ്സേജ് അയക്കില്ല. ഞാൻ പറഞ്ഞു, മെസ്സേജ് അയക്കണ്ട, നീ ഇതിൽ ഉണ്ട് എന്നത് തന്നെ അള്ളാഹുവിന്റെ ശിക്ഷ നിനക്ക് വന്നെത്താൻ കാരണമാണ്. വലാ തർക്കനു ഇലല്ലദീന ളലമു ഫതമസ്സകുമുൻ നാർ. ഇത്തരം വൃത്തികേടുകൾ, ഇത്തരം ദുൽമുകൾ ചെയ്യുന്നവരിലേക്ക് നിങ്ങൾ ചാഞ്ഞു പോകരുത്, നരകാഗ്നി നിങ്ങളെയും സ്പർശിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഇത്തരം ഗ്രൂപ്പുകൾ നിങ്ങളുടെ ഫോണുകൾ ഉണ്ടെങ്കിൽ അതൊരു ചൂണ്ടയാണ്, അതൊരു വൃത്തികേടിലേക്കുള്ള പാലമാണ്. ആ ഗ്രൂപ്പുകളിൽ നിന്ന് നിങ്ങൾ എക്സിറ്റ് അടിക്കുക, പുറത്തേക്ക് പോകുക. അങ്ങനെ പുറത്തു പോകുമ്പോൾ നിങ്ങളെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, 6-ാം നൂറ്റാണ്ടുകാരിയെന്നോ അല്ലെങ്കിൽ പിന്നെ ചാക്കിൽ പൊതിച്ച് നടക്കുന്നവളെന്നോ അല്ലെങ്കിൽ ഒരു എന്ത് വാക്കുകൾ, വലാ യഖാഫൂന ലൗമത ലായിം, ഒരു വിമർശകന്റെ ഈ വിമർശനത്തെ ഭയക്കാത്ത രീതിയിൽ വിശ്വാസം രൂഢമൂലമാകുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്ക് ഈമാനിന്റെ യഥാർത്ഥ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും അത്തരം ഗ്രൂപ്പുകളിൽ പോയി പെടാതിരിക്കുക. അങ്ങനെ വല്ല ഗ്രൂപ്പുകളിലും നിങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. ഇന്നത്തെ ക്ലാസ് കൊണ്ടൊരു ഗുണം അതായിരിക്കട്ടെ. അത്തരം ഗ്രൂപ്പുകൾ നിങ്ങൾ എക്സിറ്റ് അടിച്ച് പുറത്തേക്ക് പോകുക. അത്തരം സംഗമങ്ങളിൽ പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിരുപാധികം ആണും പെണ്ണും കൂടിക്കലരുന്ന സദസ്സുകൾ നമുക്ക് ഹറാമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. എത്ര പുരോഗമനം നമ്മൾ പറഞ്ഞാലും നിരുപാധികം അന്യ സ്ത്രീയും പുരുഷനും കൂടിക്കലരുന്ന സദസ്സുകൾ ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ആ ഒരു വിഷയം നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടാവണം. നമ്മിൽ പല ആളുകളും അതൊന്നും ശ്രദ്ധിക്കാത്തവരാണ്. ഭർത്താവിന്റെ ജ്യേഷ്ഠന് കൈ കൊടുക്കുന്നവരുണ്ട്. നല്ല പ്രായമുണ്ടല്ലോ, പിന്നെന്താ കൈ കൊടുത്താൽ. ഭർത്താവിന്റെ അനുജന് കൈ കൊടുക്കുന്നവരുണ്ട്. ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ മക്കൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നവരുണ്ട്. അനുജത്തിയുടെ മക്കൾക്ക് അവരുടെയൊക്കെ പിന്നിൽ സ്കൂട്ടറിലും ബൈക്കിലൊക്കെ ഇരുന്ന് പോകുന്നവരുണ്ട്. തനിച്ച ഹറാം, തനിച്ച ഹറാം. നമ്മൾ തീരുമാനിക്കാണ് ഇതൊക്കെ ശരിയാണ്, ഇതൊന്നും തെറ്റല്ല. ആരാണ് നമുക്കതിൽ അധികാരം തന്നത്? ശറഅാണ്, അഹ്കാമുകളാണ്. എനിക്ക് അവൻ എന്റെ സ്വന്തം ആങ്ങളെ പോലെയാണ് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. അള്ളാഹു അല്ല എന്ന് പറഞ്ഞാൽ അതല്ല, അതാണ് അതിന്റെ ശരി. നമുക്ക് തോന്നുന്നതാണത്. ജീവിതത്തിൽ പല സന്ദർഭങ്ങളും ഒത്തുവന്നാൽ വേണ്ടാധീനങ്ങൾ സംഭവിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞ ഡിസ്റ്റൻസുകൾ കൃത്യമായി പാലിച്ചേ പറ്റുകയുള്ളൂ. കൃത്യമായി പാലിക്കണം. ഭർത്താവിന്റെ അനുജന്റെ കൂടെ ബൈക്കിൽ കയറി പോകാൻ ഒരിക്കലും പാടില്ല, ഹറാമാണ്. ഭർത്താവിന്റെ അനുജനുമായി ജ്യേഷ്ഠനുമായി ഒറ്റക്കാകുക എന്നത് ഹറാമാണ്. ഈ പറയുന്ന കസിൻസുമായി, ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മക്കൾ, അനുജത്തിയുടെ മക്കൾ, മൂത്താപ്പയുടെ മക്കൾ, എലാമയുടെ മക്കൾ, ഇവരുമായി നിരന്തരം ചാറ്റ് ചെയ്യുക, പേഴ്സണൽ വിഷയങ്ങൾ പറയുക, രാത്രി വിളിച്ച് മണിക്കൂറുകൾ സംസാരിക്കുക, ഇതൊന്നും ശരിയല്ല എന്ന് എന്റെ സഹോദരിമാരെ മനസ്സിലാക്കുക. ഇതൊക്കെ നിങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകളാണ്, വഴികളാണ് എന്ന് തിരിച്ചറിയുക. ഇത്തരം വൃത്തികേടുകളിൽ നിന്ന്, വൃത്തികേടിലേക്ക് പോകാനുള്ള സാഹചര്യത്തിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുക. ഇതിനൊക്കെ ഈ പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ? എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഓർമ്മ ഉണ്ടാവില്ല. എന്തായാലും മനസ്സിൽ ഏകദേശമൊക്കെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ വരുമ്പോഴെങ്കിലും ഓർമ്മ ഉണ്ടാവുമല്ലോ. ആ സമയം അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഈ കാര്യങ്ങൾ മുഴുവൻ എളുപ്പമാക്കുവാൻ ഒരൊറ്റ മൂലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പറയുന്ന വൃത്തികെട്ട കുട്ടികളിൽ നിന്ന് മാറി നിൽക്കാനും, സങ്കടങ്ങൾ അന്യപുരുഷന്മാരുമായി പങ്കുവെക്കാതിരിക്കാനും, ഭർത്താവിനെ കുറിച്ചുള്ള കുറ്റം അദ്ദേഹത്തിന്റെയോ റബ്ബിന്റെയോ മുന്നിൽ മാത്രം പറയാനും, തെറ്റിലേക്ക് പോകാനുള്ള എല്ലാ പഴുതുകളും അടച്ചു വെക്കാനും നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഒരൊറ്റ മൂലിയുണ്ട്. എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതാണത്. അക്തിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. എല്ലാ ആസ്വാദനങ്ങളും മുറിച്ചു കളയുന്ന മരണമാകുന്ന ഭയാനക സത്യത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണേ, സ്മരിച്ചുകൊണ്ടേയിരിക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്. മരണത്തിന് 2 അവസ്ഥകൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റാത്ത, അറിയാൻ പറ്റാത്ത, പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരിക. അല്ലെ, നമുക്ക് ഇൻഫ്രാറെഡ് കിരണങ്ങൾ കാണാൻ പറ്റില്ല, അൾട്രാ വയലറ്റ് രശ്മികൾ കാണാൻ പറ്റില്ല. നമ്മുടെ 2 തോളത്തും ഇരുന്ന് ഞാൻ ഈ പറയുന്ന വാക്കുകളടക്കം, നിങ്ങളുടെ ഈ കേൾവിയടക്കം സദാ എഴുതിക്കൊണ്ടിരിക്കുന്ന റഖീബ് അതീദ് മലക്കുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഹഫളത്തിനായി അല്ലാഹു നിശ്ചയിച്ച 10,000-കണക്കിന് മലക്കുകൾ ഇവിടെയൊക്കെ ഉണ്ട്. അവരെ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഇൽമിന്റെ സദസ്സിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് മലക്കുകൾ ഈ സദസ്സിൽ പോലുമുണ്ട്. അവരെ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്താണ് കാരണം? വലഖദ് കശഫ്നാ അൻക ഗിതാഅക് ഫബസറുക അൽയൗമ ഹദീദ്. അല്ലാഹു പറഞ്ഞതാണ്, ഇന്ന് നമ്മുടെ കണ്ണിനൊരു മൂടിയുണ്ട്. മരണത്തോടടുക്കുന്ന ദിവസം, മരണശയ്യയിൽ നാം കിടക്കുമ്പോൾ ആ മൂടി പടച്ചോൻ അങ്ങോട്ട് മാറ്റിത്തരും. അവിടെ മലക്കുകളെ നമുക്ക് കാണാൻ
കഴിയും, അവരുടെ വർത്തമാനങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. ആ സമയത്ത് രണ്ട് രീതിയിലാണ് മനുഷ്യരുടെ റൂഹുകൾ പിടിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൊന്നാമത്തെ രീതി മാത്രം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. സൂറത്തുൽ ഫജ്റിന്റെ അവസാനത്തെ ഏതാനും വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, മൂന്ന് ക്വാളിറ്റികളാണ് മലക്കുകൾ അവിടെ എടുത്തു പറയുന്നത്. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, ശാന്തിയടഞ്ഞ ആത്മാവേ. അത് വെറുതെ വിളിക്കുന്നതല്ല, അക്ഷരാർത്ഥത്തിൽ മലക്കുകൾ അത് പറയുന്നതാണ്. എന്താണ് സമാധാനമടഞ്ഞ ആത്മാവ് എന്ന് പറഞ്ഞാൽ? ശാന്തി അടഞ്ഞ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോടും ദേഷ്യമില്ല, വിദ്വേഷമില്ല, പകയില്ല, അസൂയയില്ല, ആരുടെയും അവകാശങ്ങൾ അപഹരിച്ചിട്ടില്ല, ആരുടെയും വ്യക്തിത്വത്തെ അപമാനിച്ചിട്ടില്ല, അഭിമാനം കവർന്നെടുത്തിട്ടില്ല. അങ്ങനെ ശാന്തമായ ഖൽബുൻ സലീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അത്തരത്തിലുള്ള ഹൃദയം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അത്തരത്തിലുള്ള മരണം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. 3 രീതിയിലാണ് മനുഷ്യന്മാർ മരിച്ചു പോവുക. 3 രീതിയിൽ. അതിലൊന്നാമത്തെ രീതി എന്താ അറിയോ? നിങ്ങൾ പെട്ടെന്നുള്ള മരണമാണ്. ഇന്ന് രാത്രി ഇപ്പോ ഏതുപോലെ ഇപ്പൊ നിങ്ങൾ രാത്രി വീട്ടിലേക്ക് എത്തുമ്പോൾ കേൾക്കാണ്, പിന്നെ പ്രസംഗിച്ചു പോയ പ്രഭാഷകൻ വഴിയിൽ നിന്ന് ആക്സിഡന്റ് ആയി മരണപ്പെട്ടു. ഇതാണ് പെട്ടെന്നുള്ള മരണം. അവിടെ എന്റെ ബാധ്യതകൾ ബാക്കിയായിരിക്കും, കടങ്ങൾ ബാക്കിയായിരിക്കും, ഞാൻ ആരെങ്കിലുമായി തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അതും അവിടെ അവശേഷിക്കുകയായിരിക്കും. ഒന്നും തീർപ്പാക്കാൻ സമയം കിട്ടില്ല. അതെല്ലാം ബാക്കി വെച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് യാത്രയാവുക. അങ്ങനെ ഒരുപാട് മരണങ്ങൾ നമ്മൾ കാണുന്നതാണ്. ഇന്നലെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇശാസ്കരിക്കാനുണ്ടായിരുന്നു, സുബഹിസ്കരിക്കാൻ പള്ളി കാണുന്നില്ല, വീട്ടിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ അറ്റാക്ക് വന്ന് മരണപ്പെട്ടിട്ടുണ്ട്, ഹോസ്പിറ്റലിലാണ്, ഡെഡ് ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. എത്രയെത്ര മരണങ്ങൾ നമ്മൾ അങ്ങനെ കാണുന്നു. ആ മരണത്തിൽ നിന്ന് അല്ലാഹുവിനോട് നമ്മൾ കാവൽ തേടണം. പടച്ചോനെ, പെട്ടെന്നുള്ള മരണം അതൊരിക്കലും എന്റെ ജീവിതത്തിൽ സംഭവിപ്പിക്കരുതേ എന്ന് അല്ലാഹുവിനോട് നാം കാവൽ തേടണം. കാരണം ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള അമിതമായ ആഗ്രഹം കൊണ്ടല്ല, മറിച്ച് ഒരുങ്ങാൻ കഴിയാത്തയുള്ളൊരു മരണം അത് അത്രമേൽ ഭീകരമാണ്. കടബാധ്യതകൾ ബാക്കിയായിട്ടുള്ള മരണം അത് അത്രമേൽ ഭീകരമാണ്. ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച് അയാളോട് മാപ്പ് ചോദിക്കാതെയുള്ള മരണം അത്രമാത്രം ഭീകരമാണ്. 3 ദിവസത്തിൽ കൂടുതൽ ഒരാളോട് തെറ്റി നിന്നുകൊണ്ടുള്ള മരണം അതത്രമാത്രം ഭീകരമാണ്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും 3 ദിവസത്തിലധികം ആരെങ്കിലുമായി തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആ 3-ാമത്തെ ദിവസം കഴിഞ്ഞ അന്ന് തൊട്ട് നിങ്ങളുടെ അമലുകൾ 1-ാമത്തെ ആകാശത്ത് ക്ലിയറൻസ് കിട്ടാതെ കെട്ടിക്കിടക്കാൻ. എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല. നോമ്പ് വരാൻ പോവാണല്ലോ, നോമ്പൊന്നും എടുക്കണ്ട, ഭക്ഷണം വെള്ളമൊക്കെ കുടിച്ച് നല്ല രീതിയിൽ നിന്നോ. കാരണം എന്താ? ഒന്നും കിട്ടൂല. 1-ാമത്തെ ആകാശം കഴിഞ്ഞ് 7-ാം ആകാശത്തേക്ക് വിചാരണക്ക് പോകുമ്പോൾ ഇതൊന്നും അവിടെ ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ ദുനിയാവിൽ തന്നെ അള്ളാഹു സ്വീകരിക്കാതെ കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് ആ അവസ്ഥയിലുള്ള മരണം വരാതിരിക്കാൻ കാത്തു സൂക്ഷിക്കുക, മരണത്തിനൊരുങ്ങുക. ഇന്ന് തന്നെ ആരെങ്കിലുമായി തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, ഉടക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുക, സലാം പറയുക. ചിലപ്പോൾ അവരെ സലാം അടക്കൂലായിരിക്കും, നിങ്ങളുടെ ബാധ്യത തീർന്നു. മാപ്പ് ചോദിക്കുക, ചിലപ്പോൾ തെറി വിളിക്കായിരിക്കും, ആട്ടിയകറ്റായിരിക്കും, നിങ്ങൾക്ക് വലിയ വേദനയും പ്രയാസം ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ കടമകൾ അവിടെ അവസാനിച്ചു എന്നതാണ്. പിന്നെ ബാക്കി അള്ളാഹു നോക്കിക്കോളും, പടച്ചറപ്പ് നോക്കിക്കോളും. അതുകൊണ്ട് ആരുമായും തെറ്റലില്ലാത്ത, ആരുമായും പകയില്ലാത്ത, വൈരാഗ്യമില്ലാത്ത സുന്ദരമായ ഒരു ഹൃദയവുമായി നമ്മൾ എപ്പോഴും തയ്യാറായി നിൽക്കുക. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ തേടുക. 2-ാമത്തെ രീതിയിലുള്ള മരണം എന്ന് പറയുന്നത് ഒരുപാട് കാലം കട്ടിലിന്റെ മുകളിൽ കിടന്നിട്ടാണ്. രോഗിയായി എഴുന്നേൽക്കാൻ കഴിയാതെ കിടന്നിടത്ത് തന്നെ കാഷ്ടിച്ച് മൂത്രിച്ച് മക്കൾക്ക് ഭാരമായി, മഹലിന് ഭാരമായി, കുടുംബത്തിന് ഭാരമായി, പടച്ചോനെ നീ എന്നെ എന്തുകൊണ്ടാണ് തിരിച്ചു വിളിക്കാത്തത് എന്ന് ചോദിക്കുന്ന രൂപത്തിലേക്ക് ജീവിതത്തിൽ രോഗം കൊണ്ടും വാർദ്ധക്യം കൊണ്ടും അവശരായി പോകുക. ഇതും നമ്മുടെ ഈമാനിനെ കവർന്നെടുക്കാൻ സാധ്യതയുള്ള, നല്ല ഇഖ്ലാസോടെ ജീവിച്ച ഒരു മനുഷ്യൻ ഇതുപോലെ കുറെ നാൾ കിടപ്പിലായിട്ട് അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. അദ്ദേഹം അവിടെ പറഞ്ഞെന്താണെന്നറിയോ? എന്റെ പടച്ചോൻ എന്നോട് എന്താണ് ഒരു കരുണയില്ലാത്തത്, എന്റെ റബ്ബിന് എന്നോട് എന്താണ് ഒരു സ്നേഹമില്ലാത്തത്, അവൻ എന്നെ മാത്രം എന്തിനാണ് ശിക്ഷിക്കുന്നത്? എന്റെ ഏട്ടൻ പോയി, അനുജൻ പോയി, എല്ലാരും പോയി, എന്നോടും സ്നേഹം കാണിച്ചൂടെ എന്നാ മനുഷ്യൻ പറയാൻ. വലിയ കുഫറിന്റെ വർത്തമാനമാണത്, വലിയ അബദ്ധത്തിന്റെ വർത്തമാനം. അദ്ദേഹം അത് അന്നേരം തന്നെ തിരുത്തിട്ടോ. പക്ഷെ അത്തരത്തിലുള്ള ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന അവശതകളും രോഗങ്ങളും നമ്മെ വല്ലാതെ തളർത്തിക്കളയും, നമ്മുടെ ഈമാനിനെ കെടുത്തിക്കളയും. അത്തരത്തിലുള്ള മരണത്തെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാവൽ തേടുക. പിന്നെ ഏത് തരത്തിലുള്ള മരണം? ഇത് രണ്ടും അല്ലാത്ത വേറൊരു തരത്തിലുള്ള മരണം ഉണ്ടോ? ഉണ്ട്. ഇത് രണ്ടുമല്ലാത്ത 3-ാമതൊരു തരത്തിലുള്ള മരണവും കൂടിയുണ്ട്.
എൻ്റെ പരിചയത്തിൽ ഒരാളുടെ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ എവിടെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, കേട്ടവരുണ്ടെങ്കിൽ ക്ഷമിക്കുക. കൃത്യമായി കണ്ണൂരിലെ ടൗൺ സലഫി പള്ളിയിൽ 5 വക്ത് നമസ്കാരത്തിന് കൃത്യമായി ഉണ്ടാകുന്ന മനുഷ്യൻ, സുന്നത്ത് നോമ്പെടുത്ത് ആ സുന്നത്ത് നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു കൂട്ടായ്മയുണ്ട്, അതിലൊക്കെ കൃത്യമായി നോമ്പ് തുറക്കാൻ വന്നിരിക്കുന്ന ഒരു മനുഷ്യൻ. ഒരു നോമ്പ് പെരുന്നാൾ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ അന്ന് ബിരിയാണിയൊക്കെ കഴിച്ചപ്പോൾ വയറിനെന്തോ അസ്വസ്ഥത. ഡോക്ടറെ അടുത്ത് പോയി ദഹനത്തിന്റെ മരുന്ന് കൊടുത്തു. ദഹനക്കേടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ആ മരുന്ന് കുടിച്ചിട്ടൊന്നും മാറുന്നില്ല. വീണ്ടും പോയി, വീണ്ടും മരുന്ന് കൊടുത്തു. അവസാനം ഡോക്ടർ പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാൻ. ഡീറ്റെയിലായി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ വയറിൻ്റെ അകത്ത് കരളിനടക്കം 26 സ്ഥലങ്ങളിൽ ക്യാൻസർ സ്പോട്ട് ചെയ്തു. അതും 4ാമത്തെ സ്റ്റേജാണ്. ഒരു രക്ഷയില്ല. ഇനി ഒരു തിരിച്ചു പറയില്ല. ക്യാൻസറിന്റെ 4th സ്റ്റേജിൽ നിന്ന് തിരിച്ചു വരവ് അസാധ്യമാണ് എന്ന് അത് കുടുംബത്തിലോ മറ്റെവിടെയെങ്കിലും അനുഭവിച്ച ആളുകൾക്കറിയാം. അപൂർവമായി ചില മിറാക്കിളൊക്കെ സംഭവിച്ചു പോകാറുണ്ട്. പക്ഷെ 4th സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായി മരണത്തെ പ്രതീക്ഷിക്കുകയാണ് ചെയ്യുക. അദ്ദേഹത്തെ അത് അറിയിച്ചിട്ടോ, അദ്ദേഹത്തിന് അത് മറച്ചു വെച്ചിട്ടൊന്നുമില്ല, അദ്ദേഹത്തെ അറിയിച്ചു. അങ്ങനെ അദ്ദേഹം പിന്നീടുള്ള ദിവസങ്ങള് ഞാൻ അറിഞ്ഞിടത്തോളം ചെലവഴിച്ചത് അദ്ദേഹത്തിന്റെ കണക്കുകൾ മുഴുവൻ തീർക്കാൻ വേണ്ടിയിട്ടാണ്. കടങ്ങളും ഇടപാടുകളും മുഴുവൻ അദ്ദേഹം തീർത്തു. കാണേണ്ടവരെയൊക്കെ കണ്ടു, സലാം പറയേണ്ടവരൊക്കെ സലാം പറഞ്ഞു, മാപ്പ് പറയേണ്ടവരോടൊക്കെ മാപ്പ് പറഞ്ഞു, എല്ലാം തീർത്തു. അവസാനം മരിക്കുന്നതിന്റെ 2-3 ദിവസം മുന്നേ അദ്ദേഹം സ്ഥിരമായി നിസ്കരിക്കാൻ വരാറുള്ള അദ്ദേഹത്തിന്റെ ഷോപ്പിന്റെ അടുത്തുള്ള പള്ളിയിലേക്ക് അദ്ദേഹം വന്നു. എന്നിട്ട് അദ്ദേഹം നമസ്കരിച്ചു, എല്ലാവരെയും കണ്ടു. യാത്ര പറയുന്നത് പോലെ നിറകണ്ണുകളുമായി ആ മനുഷ്യനെ ആളുകളൊക്കെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹം ആ പള്ളിയിൽ നിന്നത് അദ്ദേഹത്തിന്റെ അവസാനത്തെ ആ പള്ളിയിൽ വരവായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. ഇതാണ് സമാധാനമുള്ള മരണം. അല്ലാഹു അലം, അദ്ദേഹത്തിന്റെ ഖബറും പരലോകവും നമുക്ക് പറയാൻ പറ്റൂല. പക്ഷേ എല്ലാ ഇടപാടുകളും അദ്ദേഹം തീർത്തിട്ടുണ്ട്. മാപ്പ് പറയേണ്ടവരോടൊക്കെ അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. സലാം പറയേണ്ടവരോടൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു രോഗത്തിന്റെ അവസ്ഥയിൽ എത്ര കഠിന ഹൃദയനായാലും ഒന്ന് മാപ്പ് പറയുമ്പോൾ അവർ പോലും തകർന്നു പോകും. അവർ പോലും, അവരുടെ മനസ്സുപോലും ഒന്ന് അലിഞ്ഞു പോകും. എല്ലാവരും അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു. ആരോടും വെറുപ്പില്ല, ആർക്കും അദ്ദേഹത്തോടും വെറുപ്പില്ല. അങ്ങനെയുള്ള ആളുകളെയാണ് മലക്കുകൾ വന്നിട്ട് വിളിക്കുക, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ ശാന്തി അടഞ്ഞ ആത്മാവേ. എന്നിട്ട് മലക്കുകൾക്ക് പറയാനുള്ളത് എന്താണ്? തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി നേടിയെടുത്തുകൊണ്ടും നിന്റെ റബ്ബിലേക്ക് നീ യാത്ര ചെയ്തു കൊള്ളുക. 2 ക്വാളിറ്റികൾ. ഒന്ന്, അള്ളാഹുവിനെ ഇഷ്ടമാണ്, അള്ളാഹുവിനെ തൃപ്തിയാണ്, അള്ളാഹുവിന് തിരിച്ചും ഇഷ്ടമാണ്, അള്ളാഹുവിന് തിരിച്ചും തൃപ്തിയാണ്. എന്നിട്ട് അള്ളാഹ് പറയുന്നത് എന്താണ്? ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ അടിമകളിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ആരാണ് അടിമകൾ? വമയുതിഇല്ലാഹ വറസൂലഹു ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്, സത്യവാന്മാരാണ്, രക്തസാക്ഷികളാണ്, സച്ചരിതരാണ്. ഈ ആളുകളുടെ ഇടയിലേക്ക് അള്ളാഹു വിളിക്കാൻ. ഇതിനു വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഏതാണ് പ്രാർത്ഥന? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നോക്കാം നമുക്ക്. ആർക്കാണ് പറയാൻ പറ്റാം? പണ്ഡിതകളും പണ്ഡിതന്മാരൊന്നും പറയരുത്, സാധാരണക്കാർ പറയട്ടെ. നമ്മൾ എപ്പോഴും ഈ ഇബാദുകളുടെ കൂട്ടത്തിൽ പെടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഏതാണ് പ്രാർത്ഥന? പറയാൻ പറ്റുമോ? അല്ല അല്ല, അതൊരു ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക. ഓ നോ 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 നോ, നിങ്ങൾ തോറ്റെന്ന് പറഞ്ഞാൽ ഞാൻ പറയും. പ്രാർത്ഥനയാണ്, പ്രാർത്ഥിക്കാറാണുള്ളത്, പ്രാർത്ഥനയാണ്. അതൊക്കെ ഉള്ള ദുആ തന്നെയാണ്, ഒന്നും ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ഇതിന് ഈ ഇബാദുകൾക്കിടയിൽ പെടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും നിർബന്ധമായിട്ടും ദ്വാരക്കണം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. തന്റെ പേരെന്താ? ഒന്ന് ഉറക്കെ പറ, എല്ലാവരും കേൾക്കട്ടെ. മാഷാ അല്ലാഹ്. എല്ലാവരും ഒരു അഭിനന്ദനം കൊടുക്കണം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അതാണ് പ്രാർത്ഥന. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹു നീ ചൊവ്വായ മാർഗത്തിൽ നടത്തണമേ. എങ്ങനെയുള്ള മാർഗം? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. ഏതാണ് അനുഗ്രഹിച്ചവർ? അൻഅമൽ ലദീന അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഞാൻ എന്തിനാണ് ചോദ്യം ചോദിച്ചു നിങ്ങളെ കുഴക്കിയതെന്നറിയോ? ഇന്ന് മുതൽ നിസ്കാരത്തിൽ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഓതുമ്പോൾ ഈ രംഗം നിങ്ങൾക്ക് ഓർമ്മ വരണം.
ഈ പറയുന്ന ഇബാദകളിൽ പടച്ചോനെ ഞാൻ മരിക്കുമ്പോ എന്റെ കണങ്കാലുകൾ തമ്മിൽ മുറുകുമ്പോ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മുകളിലോട്ട് ഉയരുമ്പോ ഗർഗറി എന്ന ശബ്ദം എന്റെ തൊണ്ടയിലൂടെ പുറത്തേക്ക് വരുമ്പോ റബ്ബേ ഫദ്ഖുലി ഫീ ഇബാദി, നിന്റെ അടിമകളിലേക്ക് എന്റെ അടിയാത്തികളിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന നിന്റെ വാക്ക് കേൾക്കാനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണേ അല്ലാ എന്ന പ്രാർത്ഥന കൂടി സിറാത്തൽ ലദീന അൻഅംത അലൈഹിമിന്റെ കൂടെ പുറത്തേക്ക് വരണം. ആ ക്വാളിറ്റി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ആ സൂറത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറയുന്നത് എന്താണ്? ഫദ്ഖുലി ജന്നതി, എന്റെ ജന്നത്തിലേക്ക്, എന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തോടു കൂടിയുള്ള മരണം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, രാവിലെ മുതൽ ഈ സമയം വരെ നിന്റെ തൃപ്തിക്ക് വേണ്ടിയും നിന്റെ പ്രീതിക്ക് വേണ്ടിയും നിന്റെ ഇഷ്ടത്തിനു വേണ്ടിയും ഞങ്ങൾ ഇവിടെ ഇരുന്നു. ഇത് കാരണം ഞങ്ങളുടെ ജീവിതത്തെ നീ മാറ്റിമറിക്കണയല്ല. ഹറാമിന്റെ എല്ലാ കുഴികളെയും ചതിക്കുഴികളെയും തിരിച്ചറിയാനുള്ള ആ ഒരു ഫുർഖാൻ ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. അല്ലാഹുവേ, പരിശുദ്ധമായ ശരീരവും മനസ്സുമായി നിന്നിലേക്ക് മടങ്ങി വരുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണം റബ്ബേ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله.